എന്റെ തലയിൽ ഈ ഫാൻ പൊട്ടി വീണില്ലെങ്കിൽ ഇന്ന് ഇത് ഇനാഗ്രേറ്റ് ചെയ്തിട്ടേ ഞാൻ പോത്തുള്ളൂ. അണ്ണാ ഞാൻ അണ്ണടുത്ത് എത്ര നേരം കൊണ്ടാ പറയാൻ നോക്കണം. അണ്ണ ഇത് എവിടെ കിടന്ന് ഓടുന്നത്? ഞാനൊരു കാര്യം പറയാൻ വന്നിട്ട് അന്ന് കേട്ടോ അണ്ണ ഈ കുണ്ണ കല്യാണമാണ് കുറെ നേരം ഇത് പറയാൻ വേണ്ടി നടക്കുന്നത്. ഒരുത്തന് പട്ടിയുടെ കിഡ്നി, ഒരുത്തന് പൂച്ചയുടെ കിഡ്നി. തമിഴ്നാട്ടിൽ നിന്ന് ഒരു പാഴ്സൽ സൈഡ് ഡ്രോപ്പ് ആയി പോയെ. സാമാനം നോക്കിയാത്തവരൊക്കെ കെട്ടാൻ നടക്കണ്. ഇത് കുറച്ച് ഇരുന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. കുറച്ച് ഇരുന്ന് സംസാരിക്കാം. അല്ലല്ല ഇന്ന് പോണം അല്ല പോണ്ടേ അയ്യോ എന്റെ പൊന്ന് സാഗുരു. എടാ നിക്കട, ഈ മനുഷ്യൻ ഒന്ന് ഡീലർ അല്ലെ പുള്ളി ഇന്ന് തൂങ്ങും. സാഗുരു അല്ല സാഗുരു ലോറി എടുത്തത് ഞാൻ ലോറി സാഗുരു ഇല്ല സാഗുരു എടുത്തത് സംസാരിക്കണോ ഒന്ന് വന്നു സാഗുരു. സാഗുരു എന്റെ തലയിൽ ഈ ഫാൻ പൊട്ടി വീണില്ലെങ്കിൽ ഇന്ന് ഇത് ഇനാഗ്രേറ്റ് ചെയ്തിട്ടേ ഞാൻ പോത്തുള്ളൂ. ഒന്ന് മാറിക്കണേ പ്ലീസ്. ഭയങ്കര ശല്യമാവേ. പറഞ്ഞോ. നമുക്ക് എന്തായാലും ഇന്നത് ഉറപ്പായിട്ട് ചെയ്യാം. ചെറിയ ചെറിയ കുറെ അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ പറ്റിയാണ് ഇത്ര ഡിലേ ആയി പോയത്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് വരാം. പരിപാടി അറിയാലോ, ഐലൻഡിലാണല്ലേ ഇന്ന്? എന്തിന്റെയാ സത്യം പറഞ്ഞ ഇനാഗ്രേഷൻ? എന്തിന്റെയാ? ഇത് നമ്മള് മറ്റേ ക്ലബ് ഇന്ന് ലോഞ്ച് ചെയ്യും. അത് നിങ്ങള് മൊത്തം ടി വി അന്ന് വാസത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മള് ഐലൻഡിലാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തത്. ചന്ദ്രന്റെ ടീമാണ് ഇവന്റ് മാനേജ്മെന്റ്. അതെന്താ ചന്ദ്രന്റെ ടീമാണല്ലേ? അപ്പൊ ഇന്ന് നടക്കൂല. നാളെ ആരെങ്കിലും പുതിയ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് നാളെ ഇനാഗ്രേഷൻ ചെയ്യേണ്ടി വരും. എന്താ അപ്പൊ വിളിച്ചാൽ ഞങ്ങൾ എപ്പോഴാ വരേണ്ടത് വെച്ചാൽ അങ്ങോട്ട് എത്താം. പിന്നെ ഞാൻ വിളിക്കൂല്ലേ? കണ്ണാപ്പി വന്നേ. എന്തിനാ വിളിച്ചത്? എനിക്കങ്ങനെ കൊറേ നാളായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ ഈ റീസെന്റ് കണ്ടാലോ. എനിക്ക് ഒരു വിഷമമില്ല, എനിക്ക് ആശ്വാസമേ ഉള്ളൂ. അയ്യേ നിനക്ക് ഫീലാക്കി എനിക്ക് എന്ത് വേണം? എടാ ചിലപ്പോ അവിടെ ഒരു പ്രതിമ ഉണ്ടോ തുണിയില്ലാതെ ചരിച്ചു വെച്ചിരിക്കുന്നേ, അതേ തട്ടിയിട്ടാ ചിലപ്പോ ഞാൻ ആ പ്രതിമയോട് സോറി പറയും. പക്ഷെ നിന്നോട് അതുണ്ടാവില്ല. മനസ്സിലായ? പ്രതിമയുടെ വില പോലും ഇല്ല നിനക്ക്. മനസ്സിലായ? എനിക്ക് സുഖമാണ്, നിനക്ക് സുഖമല്ലേ? അപ്പൊ പിന്നെ അങ്ങനെ അങ്ങനെ സുഖമൊക്കെ ഉള്ള കാര്യങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കണ്ട. നീ എന്താ നോക്കിയത് ഇത്ര ദിവസം? ഗ്യാങ്ങിന്റെ എന്ത് കാര്യം നോക്കിയോ? ഒന്ന് പറഞ്ഞു, ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ എനിക്കൊന്ന് കിട്ടിയേക്കൊള്ളാം. ആർമർ പോഷൻ, ഹെൽത്ത് പോഷൻ അതുകൊണ്ട് നിറച്ചു. അത് ബാക്കി നിറച്ചു വെച്ചെന്ന് പറഞ്ഞാ ഗ്രൈൻഡ് ചെയ്തോ? അത് പിന്നെ ആൾക്കാരെ പിടിച്ചു പറിച്ചും ഇവിടെ സാധനത്തിൽ കൊണ്ടുവന്നത് ഇവിടുന്ന് എടുത്ത് അകത്തോട്ട് വെക്കാൻ സ്റ്റെയർ കയറി അങ്ങോട്ട് കൊണ്ടുപോയത് ഭയങ്കര വലിയ കാര്യം. ഇവിടെ ഉള്ളത് പിന്നെ അടുത്തത് പിന്നെ നമുക്ക് എതിരെ ഒരു കള്ളക്കേസ് വന്നാണ് മന്ദാരം. എന്ത് കള്ളക്കേസ്? അത് ഗ്യാങ് ഹൗസിൽ നിന്ന് ഗണ്ണെടുത്ത് മറച്ചു വെക്കാൻ ശ്രമിച്ചത്. എനിക്ക് പോവുക അണ്ണാ, ഇതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അണ്ണാ. മന്ദാരം എടാ ഇവന്മാരെ ഗ്യാങ് ഹൗസിൽ നിന്ന് ഗണ്ണെടുത്ത് മറച്ചു വെക്കാൻ നോക്കിയായിരുന്നോ? ചെറുതായിട്ട് 7 കണ്ണ് നാട്ടുകാരെ കൂടെ തന്തയ്ക്ക് വിളിച്ചപ്പോഴാണ് തിരിച്ചു വെച്ചാണ്. അതൊക്കെ ചുമ്മാണ്. എങ്ങനെ പറ്റണടാ ഇങ്ങനെ ജീവിക്കാൻ? ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉള്ള ഈ ഗ്യാങ് ഫണ്ട് അണ്ണാ അറിയാലോ അണ്ണാ. ഈ നമ്മളീ കോളേജിലൊക്കെ പോകുന്നോണ്ടാണ്. നീ കോളേജിൽ പോകുന്നുണ്ട്. ഇപ്പൊ ഇത് ഈ സംസാരം നിർത്തിയാൽ നമുക്ക് അതിൽ നിൽക്കാം. ഇപ്പൊ ഇനി സംസാരിച്ചു തുടങ്ങിയാൽ ഞാൻ 20 കോടിയുടെ എക്സ്ട്രാ തരും നിനക്ക്. എന്ത് എനിക്കറിഞ്ഞോളാം നിന്റെ സിറ്റുവേഷൻ ഒന്നും. എന്ത് സിറ്റുവേഷൻ? ഒരു സിറ്റുവേഷനും ഇല്ല. കണ്ണി കൊണ്ടു തന്നാ മതി.
ഇതൊക്കെ പറയാൻ വിഷമ വേണ അറിയാലോ. അണ്ണനോട് മാത്രം എനിക്ക് ഒരു പേഴ്സണൽ കാര്യം സംസാരിക്കണം. ആ അത് നടക്കത്തില്ല ഇവിടെ. വാസവണ്ണ ഒരു സിയർ തരുമോ? എന്റെ ഒരു വിഷമം ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ മൊബൈൽ? പെണ്ണിനെ സംസാരിക്കണ വേണ്ടാച്ചി. എടാ എനിക്ക് അണ്ണനോട് മാത്രം സംസാരിച്ചാ മതി. ഇതേനെ ഇതെന്താ എല്ലാരും വരുന്നേ? ഇപ്പൊ അണ്ണ ഇവിടെ പോലെ ഞാൻ ഞങ്ങൾക്കൊന്ന് കാര്യം പറ. ഓ നിന്നെ ചന്തി കൊട്ടിട്ട് വെച്ചേക്കുന്നത് മാറിക്കാ. ഒരു കാര്യം പറഞ്ഞിട്ട് വരട്ടെ. ആ വാ. അണ്ണ എനിക്കൊരു കൊച്ചിനെ ഇഷ്ടായിരുന്നു അണ്ണ. ആരെയാണാ? ഡെയ്സി എന്നാ പേരണ്ണ. ഡെയ്സി. അണ്ണ ഞാൻ ആ കൊച്ചിന്റെ കൊറേ കാലായി നടക്കുന്ന കൊറേ കാലായി. ആ കൊച്ചിന്റെ ഒരു 48 തവണ റിജക്ട്. ഡെയ്സി ഞാൻ ഇപ്പൊ ഈ വഴി വെച്ച് കണ്ടായിരുന്നു മോബിയുടെ കൂടെ. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ മൂവി പറഞ്ഞു മന്ദാരം എന്തിനും ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ഞാൻ അവളെ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞു പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഡേസി മൂവി സെറ്റ് ആയി. അണ്ണാ ഞാൻ ഒരു കാര്യം പറയട്ടെ? ഞാൻ അണ്ണൻ്റെ അടുത്ത് എത്ര നേരം കൊണ്ടാ പറയാൻ നോക്കണം. അണ്ണ ഇത് എവിടെ കിടന്ന് ഓടുന്നത്? ഓരോരുത്തർ കാര്യങ്ങളൊക്കെ തിരക്കണ്ടേ ചന്ദ്ര, ഓരോരുത്തർക്ക് ഓരോ പ്രശ്നം. തിരക്കി ഇത്ര നാള് ഞാൻ ഈ സഹനത്തിന്റെ കാര്യം ഓർമ്മയുണ്ടോ? നീ ഒരു അസ്ഥികൂടം പോലെ ഒരു പമ്പ് അവിടെ മേടിച്ചു വെച്ചേക്കുന്ന പൊലയാടി ഉണ്ടോ? നമ്മൾ മാത്രം പെട്രോൾ അടിക്കണേ. ആ പമ്പ് മേടിക്കാനുള്ള പൈസ ചോദിച്ചു വന്ന ആൾക്കാർ കടം തിരിച്ചു ചോദിച്ചു തുടങ്ങി. 12 കോടിക്ക് 100 കോടി ഞാൻ ഇപ്പൊ വിഡ്രോൾ ചെയ്തേ ഉള്ളൂ ഇന്നലെ. 100 കോടിയാ? പിന്നെ ഒരു 12 കോടി തന്നെ ഇപ്പൊ സ്പാരോടെ കടം വീട്ടിയതുള്ളൂ. 12 കോടി തന്നെ 333 ബാങ്കിൽ നിന്ന് 12 കോടി എന്നട്ടെ മന്ദാര വന്നേ നെക്ലസ്. എനിക്ക് വെച്ചപ്പോ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യണ്ട? ഇവരാണ് എന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത്. നിന്റെ മുന്നിൽ നിന്ന് മാറ്റി വേറെ വഴിക്ക് നിർത്തി വിട്ട കുഴപ്പമുണ്ടോ? ഇപ്പൊ ഇവര് കല്യാണം കഴിക്കണം പറഞ്ഞു, അത് കൂടെ നടത്തി കൊടുക്കണം എന്ന് പറയുന്നത്. ഈ ഡെയ്സിയുടെ മുന്നേ ഒരു പ്രസവം എടുത്തത് ഞാനായിരുന്നു. അതറിയാണ്ട് ഡെയ്സിയുടെ പ്രസവം കഴിഞ്ഞാണോ? അതൊക്കെ ഞാൻ തന്നെയാണ്ടോ എടുത്തത്. ഇനി ആ കൊച്ചിനെ കൂടെ ഞാൻ നോക്കണ്ടേണ്ട. ഇവരും എവിടെയും പോകുമ്പോ എങ്ങനെ ഞാൻ സഹിക്കണ്ടോ ഒന്ന് ആലോചിക്കണ്ട. അവൻ കൺവിൻസ് ചെയ്യാതെ എന്റെ കൂടെ വന്നിട്ട് അവര് ആ കൊച്ചിനെ കൊണ്ട് പോയി. നിന്റെ കാര്യം അല്ലെങ്കിൽ എനിക്ക് വിഷമമുണ്ടോ? ഞാൻ 2 വർഷം പറയണത് അവൻ 2 ദിവസം പറയണം. ചിലതങ്ങനെയാടാ, കഴിവുള്ളതും കഴിവില്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അതാ. ഏതോ സൗണ്ട് കേട്ടിച്ച് അണ്ണാ നമ്മള് ഇത് ചെയ്യാനാ ഇനി. ബാബുവിന്റെ ശബ്ദം കേട്ടേ? അത് ശരിയാണല്ലോ. വേറെ ഇതുവരെ തന്നെ ഇവിടെ എനിക്ക് ഇപ്പൊ സിറ്റിയിൽ ആകെ എനിക്ക് വേണ്ടതിന് മാത്രമേ ഉള്ളൂ. എനിക്ക് വേണ്ടതിന് മാത്രമേ ഉള്ളൂ സിറ്റി. മോബി എന്തിയാടാ? അന്നേരം മുടിയൊക്കെ മാറ്റി എനിക്ക് സഹിക്കാൻ പറ്റില്ല ബോബി. ഇങ്ങനെ കൂടെ ഗ്യാങ്ങിൽ കളിക്കുന്ന ഒരാളെ ചെയ്യണേ. 2 വർഷത്തേക്കെന്ന് പറഞ്ഞിട്ട്. ഹലോ, ഇതാര് ബാബുവിന്റെ തവണോട് കേൾക്കുന്നേ? എനിക്ക് മനസ്സിലായത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്. ഇടയ്ക്ക് കേൾക്കുന്നത് ബാബു ചേ എനിക്ക് അറിഞ്ഞൂടാ. ഇതെന്ത് ബഗ്ഗല്ലോ ആണോ? ഹലോ ബോബോയാണോ? ഹലോ പക്ഷെ ഇടയ്ക്ക് ബാബുസേട്ടൻ്റെ ഒച്ച കേട്ട്. ഹലോ ഹായ്. ഇത് വലിയ ഓ ഞാൻ തന്നെ. നിന്റെ സൗണ്ട് കേൾക്കുന്നത് ആരും എക്സൈറ്റഡ് പോലും ആയില്ലല്ലോ. പിന്നെ ഞാൻ നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കണേന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇത്ര സീരിയസ് ആയിട്ടൊരു കാര്യം പറ. എടാ ഇങ്ങനെയാണോ ചെയ്യണം മോബി? അവനെന്ത് വിഷമം, അവനെന്ത് ഹാർട്ട് ബ്രേക്ക് ആയിട്ട് നിക്കണ നോക്ക്. ആ പൂച്ചയുള്ളതാണ് അവന്റെ ചോദിക്കണ്ട. നമ്മള് തെറ്റാന്നൊരു മന്ദാരത്തിന് പ്രശ്നമുണ്ടോ? പിന്നെ ഞാൻ എന്തൊക്കെ പറയാനുണ്ട് ഇവരോട്? ഈ പൂച്ചയൊന്നും താമസിക്കാൻ പറ്റില്ല, ഭയങ്കര അലർജിയാണ്. ചന്ദ്രൻ ഇവിടെ ഒരു വലിയ കാര്യം പറഞ്ഞു. കരഞ്ഞു കരഞ്ഞ എന്റെ മാസ്ക് വരെ നനഞ്ഞു. അത് ഞാനൊരു കാര്യം പറയാൻ വന്നിട്ട് അന്ന് കേട്ടോ അണ്ണ. ഈ കുണ്ണ കല്യാണമാണ് കുറെ നേരം ഇത് പറയാൻ വേണ്ടി നടക്കുന്നത്. ഒരു മിനിറ്റ് ചന്ദ്ര, മന്ദരം ഒന്നും അതെ
വേറെ ആർക്ക് മനസ്സിലായാലും എനിക്ക് മനസ്സിലാവൂടാ പെണ്ണ് കേസിലുള്ള വിഷമം. അമ്മമാർക്കൊക്കെ ഇത് ഭയങ്കര സില്ലിയായിരിക്കും. ഇവിടോട്ട് ആരും വരരുത്, ഇവിടോട്ട് ആരും വരരുത്. എത്ര കാലം പറയാണെന്നല്ല, എത്ര കാലം ഇപ്പൊ ഈ ബാസ്കറ്റോടെ നടക്കുന്നത്. ആരും കരിയതാണ് ഇത് നനഞ്ഞ് പിതിർത്തെടുത്തിട്ടാ പിന്നെ ഇടുന്നത് അറിയോ. ഒരു മിനിറ്റ്, എന്താ ഒരു മിനിറ്റ്. മെനഞ്ഞാതൊരു അണ്ണ എന്നെ അറിയോ, 2 മാസം മുന്നേ വേറൊരു ഫ്രണ്ടിന് പ്രപ്പോസ് ചെയ്തായിരുന്നേ, കുരുവി. ആ പെണ്ണ് എന്നെ ഇപ്പൊ അച്ഛനാക്കി. ഇപ്പൊ എന്റെ മോളാണ് സിറ്റിയിലെ. ഞാനത് നിനക്ക് അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു. പരുന്ത്, കുരുവി, നല്ല മാച്ചില്ലേ ഞങ്ങളുടെ പേരുകൾ തമ്മിൽ. അണ്ണാപ്പ എന്റെ മറ്റേ അമ്മായിച്ചാന്ന് വിളിക്കണ്ടേ. നിന്റെയൊക്കെ അച്ഛാ വിളിക്കുന്നതിന് പേരുണ്ടല്ല, അടി വെട്ടി കടന്നവരാടാ. ഞാൻ പരിമോനെ വിളിക്കുന്നത്. തൂറി എറിയുമല്ലോ നിന്റെ അപ്പൊ തന്നെ. നിന്റെ ഞാൻ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞ വിഷമായിരുന്നു. നിന്റെ ഈ കുണത്തിനാണ് എല്ലാ പെണ്ണുകളും പോകുന്നത്. നമ്മളിച്ചിരി സോഫ്റ്റ് ഹാർട്ടഡ് ആയി. ഞാൻ എന്റെ ബ്രിജു മാത്രമേ ഉള്ളൂ. ഈ പൂച്ചേര് ഇത് മെനഞ്ഞാന്ന് ഏതോ പട്ടിയൊക്കെ വന്നിട്ട് എന്റെ മോനാന്ന് പറയുന്നത്. ഈ വന്ന് പറയുന്നവരൊക്കെ നീ ഒന്ന് ഏറ്റെടുക്കുവാണോ? അണ്ണ പിന്നെ അവർക്ക് വിഷമാണ്ടോ വിചാരിച്ചു ഞാൻ ഏറ്റെടുക്കും. പെണ്ണൊഴിച്ച് ബാക്കി എല്ലാരും വന്നില്ലേ? കൊച്ചച്ഛൻ, അമ്മായി, ഒരു ഭാര്യ ഒഴിച്ച് ബാക്കി എല്ലാരും ഏറ്റെടുക്കാനുള്ള കുറെ പേര് വന്നല്ലേ? എല്ലാരും ഏറ്റെടുക്കുകയും ചെയ്ത്. പിന്നെ എല്ലാരും ഏറ്റെടുത്തു. വളരെ നല്ല കാര്യം. ഒരു പട്ടി, 2 പൂച്ച, ഒരു എലിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അങ്ങ് ജീവിച്ച് തീർക്ക്. നിന്നെ ഒന്നും വായിച്ചിട്ട് ഒരു കാര്യമില്ല. എന്താടാ ഒരുത്തന് പട്ടിയുടെ കിഡ്നി, ഒരുത്തന് പൂച്ചയുടെ കിഡ്നി. മനുഷ്യനായിട്ട് സംസാരിക്കുന്ന ആരും ഇല്ലടാ ഇവിടെ. അവൻ പറയണൊന്ന് കേക്കാവോ, ചെവി എടുത്തിരിക്കാൻ വയ്യ. ഭാഗ്യം ഇതെങ്കിലും ഒന്ന് കേട്ടല്ലോ. ചന്ദ്ര 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 പോലെ ചന്ദ്ര ചന്ദ്ര എനിക്ക് നിന്നോട് പറയാനുണ്ട്. അണ്ണ എന്റെ അടുത്താണ് പറയാൻ. ബാഗ് കയറാവോ? ഇതെങ്ങനെ പിടിച്ചു നിൽക്കുന്നേ? അതില് 4 പേർക്ക് പറ്റുള്ളൂ. ആര് പറഞ്ഞു? അണ്ണാ പറ, അണ്ണാ പറ, അണ്ണാ പറ, അണ്ണാ പറ, അണ്ണാ പറ. എടാ ഞാൻ അരമണിക്കൂറായിട്ട് വണ്ടി കയറാൻ നോക്കുവാണേ. ചന്ദ്ര വണ്ടി എടുത്തോ. ഇറങ്ങടാ മീറ്റിയ വണ്ടിന്ന്. വണ്ടിയല്ലേ അന്തരുവേ, ഇറങ്ങടാ കുന്നായ വണ്ടിന്ന്. ഇത് വെറുതെ അല്ല. എടാ ചന്ദ്ര എന്താ പറയാനുള്ളേ? അണ്ണാ എനിക്കൊന്നും പറയാനില്ല. തമിഴ്നാട്ടിൽ നിന്ന് ഒരു പാഴ്സൽ സൈഡ് ഡ്രോപ്പ് ആയി പോയെ. ഒന്നെടുക്കണേ, അതെ എടുക്കണേ. അറിഞ്ഞു പോലില്ല, ചാരിക്കുക. വണ്ടി ഏറുങ്ക. നമുക്ക് നമ്മുടെ ഷെയ്ക്കിന്റെ പരിപാടിക്ക് നമുക്ക് ഇതിൽ പോയാലോ? സാബ്ഗുരുവിന്റെ ചന്ദ്ര ഒന്ന് വെള്ളിട്ടിറങ്ങി ഒന്ന് വെള്ളിട്ടിറങ്ങി ചന്ദ്ര. അലമാരായിട്ട് പോയി. ആർജൻ ഒരു കാര്യം ചന്ദ്ര ഒന്ന് വന്നേ. ഇവിടെ ആരും വരല്ലേ? ലീഡർ കോലിയുടെ ഡിസ്കഷൻ ആണ്. ആരും വരല്ലേ? എന്താണ് നിനക്ക് പറയാനുള്ള? പറ. അന്ന് എനിക്ക് പറയാനുള്ള ഇവിടെ കല്യാണമൊക്കെ നടക്കുന്നുണ്ട്. ഇവന്മാര് കൊച്ചു ചെറുക്കന്മാരൊക്കെ അണ്ടിയിൽ സാമാനം മുളയ്ക്കാത്തമാരൊക്കെ കെട്ടാൻ നടക്കണ്. ഞാനേ പോയിട്ട് താലി അറുത്തിട്ടാണ് വന്നത് ഒരുത്തിന്റെ. ഞാൻ പിടിച്ചു വലിച്ചിട്ടോ കേക്ക്. ഞാൻ ഒരു 5 മിനിറ്റ് വൈകിയത്തേക്ക് അവ കെട്ടി അവളെ അപ്പൊ തന്നെ എന്ന് പറഞ്ഞ അപ്പൊ തന്നെ വീട്ടിൽ കൊണ്ടുപോയല്ലേ. ഈ മോബി ജുഗുറുവിന്റെ കല്യാണം കഴിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. കഴിഞ്ഞില്ല. ഞാൻ താലിയപ്പോ തന്നെ അവനെ കൊണ്ട് അഴിപ്പിച്ച് കെട്ടിയത് അഴിപ്പിച്ച. പിന്നല്ല നമ്മള് മുമ്പായോടെ ഇരിക്കണം. പൊറ അറിഞ്ഞ് കുടുംബം ഈ വർത്താനം പറഞ്ഞത് നിനക്കൊരു ഭാര്യയും പിന്നെ നിനക്ക് എവിടെന്നോ കിട്ടിയ ഒരു ചെറുക്കനും ഇല്ലടാ. അന്നാ കല്യാണം കഴിച്ചില്ലല്ലോ നമ്മള്. അന്നാ അന്നും ഇല്ലാതെ നമ്മള് അന്ന് നമുക്ക് ഒരു ഡെക്കോറം ഉണ്ടാണ്. അതൊന്നും ഒരു കീപ്പ് ഇല്ല അന്നാ. അവസാനം ഞാന് അവളുടെ ഈ ജുഗുറുവിന്റെ അവളുടെ വീട്ടിൽ പോയി സംസാരിച്ചത്. അപ്പുറത്തെ ജംഗ്ഷനിൽ തന്നെ വീട് സംസാരിച്ചു. അവളുടെ ചേട്ടന്മാരെല്ലാം കൂടി വന്ന് വേളിന്ന് കുറഞ്ഞു പിടിച്ച് അടിക്കാൻ തന്നെ.
എന്താ കാണിക്കണേന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നാ ഇപ്പൊ ശരിയാക്കാം, സംസാരിച്ച് ശരിയാക്കാം, അണ്ണൻ നാളെ വരും എന്ന് പറഞ്ഞാൽ ഇപ്പൊ വരും എല്ലാരും കൂടി. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. എടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേ, ഇവന്മാർക്കൊക്കെ എവിടുന്നാണ് ഇത്രയും പെണ്ണ്? എനിക്ക് അറിഞ്ഞൂടാ, ഇവിടുത്തെ 2.5 വെച്ചൊക്കെ ഉണ്ട് ഇപ്പൊ. ഞാൻ നിന്റെ അടുത്ത് വേറൊരു കാര്യം പറയട്ടെ, മുതുക്കിലോട്ടൊന്ന് ചെന്ന് നോക്കിയേ നീ. എന്നാ കൊറേ പിള്ളേരുണ്ട്, കൊറേ. ഇന്ന് ഞാൻ വേറൊരു കൊച്ചിനെ കണ്ടു കേട്ടാ, കുരുവി. തുടങ്ങി. ഞാൻ മനസ്സിൽ പണ്ടേ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു, ഞാനൊരു കുട്ടിയെ പ്രയോഗിക്കുന്നുണ്ടല്ലോ അതൊരു പക്ഷിയുടെ പേരുള്ള കുട്ടിയായിരിക്കും. പക്ഷിയുടെ അതെ, എന്റെ പേര് പക്ഷിയല്ലേ, പരുന്തുവാസു. അപ്പൊ വർഷങ്ങൾക്ക് ശേഷം സിറ്റിയിൽ ഒരു പക്ഷിയുടെ പേരുള്ള കുട്ടി വന്നത് കുരുവിയാണ്. മൃഗങ്ങളോടൊന്നും താല്പര്യം. ഇല്ല, പക്ഷി. ഈ പരുന്തും പാമ്പൊക്കെ ആയിട്ട് ഭയങ്കര കോമ്പിനേഷൻ. ശത്രുക്കളാ. അച്ഛന് കെട്ടിച്ചൂടെ? ഓക്കെ. എന്നാ അപ്പൊ ഇതെന്ത് ചെയ്യണം? അവളെ ഏട്ടന്മാരെ വിളിക്കട്ടെ. ഇപ്പഴേ വേണ്ട, ഞങ്ങളൊന്ന് അറിഞ്ഞു വന്നിട്ട് സംസാരിക്കാം. കുരുവിയല്ല, ഈ ചെറിയ ചെറുക്കന്റെ. ഇവന്റെ ഒന്നും കല്യാണം നടത്താൻ പറ്റൂല. അല്ല, സംസാരിക്കണം, അല്ലെങ്കിൽ അവളെ ചേട്ടന്മാർ എന്നെ ഒതുക്കുവാക്കി കിട്ടിയ കല്ലുവല്ല എടുത്തെറിഞ്ഞ് അടിച്ചു കൊന്നെറിയും കടലില്. അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാലോ. അണ്ണാ ഗ്യാങ് ആണ്. ആര്? സംസാരിക്കണം. ഏത് ഗ്യാങ്? അവള് ഗ്യാങ്ങിലുള്ളതാ. അവൻ നോക്കിയ കൊച്ചി കല്യാണം കഴിക്കാൻ പോയ. ഏത് ഗ്യാങ്ങില്? അതാണ് പറഞ്ഞേ. എടാ, ആ ഗ്യാങ്ങിന്റെ പേരെന്താ? എടാ, നമ്മൾ ഇന്നലെ പോയില്ലേ? BC സെറ്റ്. നീ എന്താ പരുന്തുവാസു സൂസനും കളിക്കുന്ന ഗ്യാങ്ങിലുള്ള പെണ്ണുങ്ങളെയൊക്കെ വളയ്ക്കാൻ നോക്കണ നീ? അല്ല, ജുഗുറു ഇവിടെ ഇല്ലേ? ഈ ജുഗുറു. ഹലോ, ജിഗുറു സിറ്റിയിലില്ല, ജിഗുറു 3 ഡേ ഇല്ല. എന്ത്? ശരിയാണ്, എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു 3 ദിവസത്തേക്ക് ഇല്ലെന്നോ. മീറ്റിംഗ് സെറ്റ്. ജുഗുറു 3 ദിവസത്തേക്ക് ഇല്ല, അവൻ പറഞ്ഞായിരുന്നു എന്റെ അടുത്ത്. ഓക്കെ. അന്നാ അപ്പൊ ജുഗുറു പറഞ്ഞതിന്റെ ഒരു മീറ്റിംഗ് സെറ്റ് ആകട്ടെ. പെണ്ണിന്റെ വീട്ടുകാരോട് നമ്മളായിട്ട് നമുക്ക് ഡയറക്റ്റ് നോ പറയാം. പക്ഷെ സംസാരിക്കണം. എനിക്ക് തോന്നുന്നത് ഇത് റിയൽ ലൈഫിൽ നേരിട്ട് കാണാൻ പോയാണെന്ന് തോന്നുന്നു. 3 ദിവസം ഇല്ലാത്തത് കേട്ടാ. സംശയിക്കേണ്ടിരിക്കുന്നു. ബന്ധങ്ങൾ പുറത്തും പോകുന്നുണ്ട്, ഇവിടെ അകത്ത് മാത്രം നിൽക്കുന്നില്ല. അണ്ണ ഫോണൊന്നും എടുത്തേ. 0% ചാർജ്. ചാർജർ അല്ല, പവർ ബാങ്ക്. ഒരു സെക്കൻഡ് യൂസ് ചെയ്യട്ടെ. അണ്ണ ഒന്ന് പറഞ്ഞേ, ഇത് കഴിഞ്ഞിട്ട് ഒരു കാര്യം പറയാം. ചന്ദ്രു, എനിക്കൊരു കാര്യം പറയണ്ടേ? കൊച്ചിനെന്തെങ്കിലും പറയാണ്ട്? അണ്ണ ഞാൻ കാര്യം പെട്ട അണ്ണ, വേറെ ആരെ കാര്യം വരെ നോക്കണ്ട അണ്ണ. നമ്മുടെ കീരിയുടെ കാര്യം നോക്കിക്കൂടെ അണ്ണ? അവൻ എത്ര വയസ്സായ അണ്ണ? അവനൊക്കെ ഇവിടെ കുടുംബം നിറഞ്ഞ് തുളുമ്പി നിക്കുമ്പോ ഇങ്ങനെ അവന്മാരൊക്കെ കെട്ടാൻ കണക്കിന് കഴയുണ്ടല്ലോ അണ്ണ. എനിക്കിതിൽ പ്രതിഷേധമുണ്ട്. ഇവനെ കെട്ടിക്കാതെ ഇവിടെ ഒരുത്തരും കെട്ടണ്ട അണ്ണ. അണ്ണനെ ഏജായി, നടക്കുമെന്ന് തോന്നുന്നില്ല. കീരിയുടെ നടത്തണം. നടക്കണ്ടേടാ, നടത്തണ്ടേ? ഇങ്ങനെ എത്ര കാലം അതല്ല, ഐ മീൻ കീരിയുടെ നമുക്ക് നടത്തണ്ടേ? കീരിക്കൊക്കെ ഇവന്റെ ഒക്കെ നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പെർമിഷൻ കൊടുത്താൽ തന്നെ നേരെ പോയി കൊച്ചുണ്ടാക്കി കടന്നു കളയുന്നവനൊക്കെയാണ്. ഇവന്റെയൊക്കെ എന്ത് കല്യാണം നടത്താനാ? ഇവന്റെയൊക്കെ? അത് മാത്രമല്ല, ഇൻ കേസ് അത് കൊച്ചുണ്ടാവാറായിരിക്കുമ്പോഴാണ് ഇവൻ ഏതെങ്കിലും വേറെ കോന്തിയെ കണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ അതിന് വിഷവും കൊടുക്കും. അങ്ങനത്തെ ഒരു മരുന്നവൻ. നിനക്കൊരു കാര്യം അറിയാത്തോണ്ടടാ ചന്ദ്ര, ഇവന്റെ മറ്റേ പഴയ നിമ്മിക്കുട്ടി, ഈ നിമ്മിക്കുട്ടിയും കൊച്ചിനെയും കഴിഞ്ഞ 1.5-2 വർഷമായിട്ടും എല്ലാ മാസവും കൊറിയർ അയച്ചു നോക്കല, മണി ഓർഡർ അയച്ചു നോക്കുന്നത് ഞാനാണ്. ഇവരെ തമിഴ് സൂര്യ നിന്റെ മോഹത്തിലാ നിന്റെ വണ്ടി ഇപ്പൊ എന്തിനു തിരക്കണേ? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ ഒക്കെ റീച്ച് ചെയ്തല്ലേ? ഭയങ്കര തലവേദന. എന്റെ പെരിയപ്പയെന്നും പറഞ്ഞു കൊടുത്ത ആ കൊച്ചുകൊണ്ട് എവിടെ കണ്ടാലും എന്നെ പെരിയപ്പയെന്നും വിളിച്ചോണ്ട് നടക്കണം. എന്തൊരു ചുട്ടുമണി.
തൊഴയടാ അങ്ങേര്. ഫോൺ എടുത്ത ഫോണിൽ ഫോട്ടോ എല്ലാരും അണ്ണാപ്പ ഇതൊക്കെയാണ് അപ്ഡേറ്റ് ഇതൊക്കെയാണ്. പിന്നെ കണ്ണാപ്പി ആൾക്കാരെ മുന്നിച്ച് കാശ് ഉണ്ടാക്കാൻ നടക്കുന്നുണ്ട്. കണ്ണാപ്പിയും ബോബോയും ആൾക്കാരൊക്കെ മുട്ട കംപ്ലൈന്റ് ആണ്. ആൾക്കാരൊക്കെ മുട്ട കംപ്ലൈന്റ് ആണ്. പഠിത്തത്തിന്റെ ഇടയിൽ നമ്മൾ ഈ അണ്ണാ, അപ്പൊ ചന്ദ്രു അണ്ണാ ബുദ്ധി വെച്ച് കാശ് ഉണ്ടാക്കാന്ന് പറയുമ്പോ ആൾക്കാർ ഊമ്പിക്കാണ് അവര് പോണേ. എടാ നീ ഞാൻ ഒരു നിക്കറല്ലേ ഇട്ടേക്കുന്ന ചൂടായി നിനക്ക് ഏത് ക്ലാസ് കണ്ണാപ്പി? അത് അല്ല എനിക്ക് സേവ് ചെയ്താ ചൂടാ നീ എന്തോ അയക്കാൻ നോക്കുന്ന ഡിസ്കോഡ് നിനക്കെന്താ കണ്ണാപ്പണി? എന്റെ നമ്പർ ഷെയർ ഇവിടെ എല്ലാരോടും ഷെയർ ചെയ്താണ് നമ്പർ. ഒരു സ്ലോട്ട് ഉണ്ടെങ്കിൽ സെക്കൻഡ് എന്ത് പറ്റിയ സെക്കൻഡ് നടന്ന എന്തെല്ലാരും രാവിലെ വന്നാ മതി ചന്ദ്രു. വിശാലമാണ് രാവിലെ ആഹാരം. ഫുഡ് ഫ്രീ ആണോ? ഫുഡ് ഫ്രീ ഉച്ചക്ക് മാത്രം നമ്മൾ കൊണ്ടുപോകണം. വൈകുന്നേരം എന്റെ നമ്പറിൽ ഉണ്ടല്ലോ. സിറ്റിയൊക്കെ മാറിപ്പോയി. എല്ലാവർക്കും അയച്ചോ? ആ സൂപ്പർ. അതെന്തൊരു എനിക്കിതൊന്നും കാണാനുള്ള ത്രാണിയില്ലടാ. എന്നാ ഇപ്പൊ എല്ലാ പേജ് ചോദിക്ക്. എല്ലാ പേജും എല്ലാ പേജ് താഴത്തോട്ട് നോക്ക്. കൈവിട്ട് പോയവൻ താഴോട്ട് പോണം. സാബുവിന്റെ മറ്റേ പരിപാടിക്ക് പോണോ? ഇതെന്തിരിത്? അത് പുള്ളി മാറ്റി വെച്ചെന്ന് ഇത് പറഞ്ഞത് നട റോഡിലും സീരിയസ്ലി പൈസക്കാരുടെ പരിപാടിക്ക് ഇപ്പൊ ഇങ്ങനെ ഇത് ചെയ്യുമല്ലോ നട റോഡിലാണെങ്കിൽ എന്താ നീ എന്താ മേടിച്ചല്ലേടാ? എന്താ ഈ ബില്ല് എന്താ നിനക്ക് തന്നില്ലേ? എനിക്കൊരു വില്ല ഗിഫ്റ്റ് അപ്പൊ ഹലോ നമ്മക്കൊരു പേഴ്സണൽ കാര്യം പറയാനുണ്ട്. പറഞ്ഞ പേഴ്സണൽ കാര്യം പിന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുന്നതാണ്. നമ്മളൊരു അന്യരായിട്ടാണോടാ കാണുന്നത് എന്തായാലും നീ അങ്ങനെയല്ല എല്ലാം പേഴ്സണൽ. നമുക്ക് ഇങ്ങനെ ഭിത്തിയിൽ ഒട്ടിച്ചേക്കുന്ന പരസ്യം, ഉദ്ദേശിച്ചത്. നിങ്ങ എന്താണ് ഈ പയറിന്റെ ഫ്രണ്ടിലത്തെ പേജ്, ഇതൊക്കെ കണ്ട് ആശ്വസിച്ച് ഇങ്ങനെ ജീവിച്ച് മുമ്പോട്ട് പോവാം. വേറെ ഒന്നും നടക്കൂല നമുക്ക് ഭിത്തിയില്. ഫോണിൽ നിന്ന് കൈ പിന്നെ കാണാൻ എന്റെ അച്ഛന്റെ ഫോട്ടോ ആണല്ലോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കണം. പിന്നെയും കണ്ട് ഞാനിരിക്കാൻ അത്രയ്ക്ക് കാമ വെറിയാനാണല്ലോ ഞാൻ പിന്നെ കണ്ടിരിക്കാൻ. എനിക്ക് സ്നൈപ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അണ്ണ ഒന്നും വരും ഒരു ഇച്ചിരി പേഴ്സണൽ. ഒരു മിനിറ്റ്. സ്നൈപ്പ് വേണോ? സ്നൈപ്പ് എത്ര നാളായി സ്നൈപ്പെ കണ്ടിട്ട്? പെണ്ണില്ല അണ്ണനെ എനക്കും പെണ്ണില്ല. നിനക്കൊരിക്കലും കിട്ടാൻ പോണില്ല. എനിക്കത് സാറയല്ലേ, എനിക്കത് സാറേ അങ്ങനെ അണ്ണനല്ലേ പറഞ്ഞ പെണ്ണിന്റെ പുറകെ അവളെയൊക്കെ തുപ്പി വിട്ടു. ആണല്ലേ? ഇപ്പൊ അവളുമാര് പോയില്ലേ വേറെ ആണുങ്ങളുടെ പുറകെ? ഇല്ല എന്റെ വീട്ടില് ഇവന്റെ പോയി എണ്ണ ഇല്ല. പിന്നെ നീ എന്തിനാണ് കരയാൻ ഇവിടെ വന്നിരിക്കണേ? ഞങ്ങൾ ഇല്ലാത്തവരെ അറിഞ്ഞ പോലെ. അണ്ണൻ സിഗ്മ നമ്മള് ആക്ച്വലി ഇല്ലേ ഈ മോബിയില്ലേ അളിയാ സ്നൈപ്പേ, ഈ മോബിയില്ലേ കാത്തൂന് എന്നെ ഒന്ന് സെറ്റ് ആക്കാൻ നോക്കി. ഞാൻ പറ്റൂലെന്ന് പറഞ്ഞു. നോക്കണ്ട ഞാൻ പറ്റൂലെന്ന് പറഞ്ഞു. നന്നായി, നന്നായി. ആ കൊച്ചിയിൽ രക്ഷപ്പെടട്ടെ. എടാ നീ വലിയ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇടുകയും ചെയ്യും, പെണ്ണിലെന്ന് പറഞ്ഞ ഇവിടെ നിന്ന് മോങ്ങുകയും ചെയ്യും. അതല്ല അണ്ണ ഈ സ്നൈപ്പിന്റെ കൊച്ചത് അണ്ണ എന്താ പറയുന്നേ? അണ്ണ നമ്മ എന്താണ് അതെനിക്ക് അറിയാണ്ടേ പെട്ടത്. ഇത് എനിക്ക് പെൺകുട്ടികളുടെ പേരറിയണ്ടേ? ഞാൻ ഇതൊന്നും ഇടപെടാത്ത എല്ലാരും ബോബിനെ പോലെ അല്ലല്ലോ. സത്യം. ഇന്ന് കല്യാണം നടത്തിയില്ലേ മറ്റേ പെണ്ണ് ചന്ദ്രന്റെ പേര് ഒരു പ്രശ്നമില്ല. ഇല്ല എനിക്ക് അതിന് പേരില്ല. അവളുടെ ചേട്ടൻ പറഞ്ഞ വളർന്നിട്ടടിക്കും. അതെനിക്ക് കൊള്ളാൻ പറ്റത്തില്ല. തൊടൂലല്ലോ പെണ്ണിന്റെ പേരില്.
ആക്റ്റീവ് ചെയ്യുന്ന ഒരു അല്ല, ദിവസം. ഞാൻ വേറെ കാര്യം പറയട്ടെ. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ ആരോ ട്രക്ക് ജോബ് ലെവൽ 30 ആയിരുന്നു. സെക്കൻഡ് കമ്പ്യൂട്ടർ റേറ്റ് പുറത്ത് കൺഗ്രാചുലേഷൻസ് സെക്കൻഡ്. എന്ത് സമ്മാനമാണ് വേണ്ടത് സെക്കൻഡ്? പറഞ്ഞോ, ചോദിച്ചോ, എന്ത് വേണം ചോദിക്കാം. അണ്ണന്റെ സ്നേഹം എന്ത് വേണം ചോദിക്കാം. എന്ത് വേണം പറ. ലോക്കായി റുപ്പീസ് കൊടുത്തത് ഇത് ലോക്കായി എന്ത് കാണണം നമ്മള് ആര് വെള്ളത്തിൽ പോയി ഒരാൾ വെള്ളത്തിൽ പോയി സൗണ്ടാണ് സെക്കൻഡ് ഉണ്ടെന്ന് ഇതിന്റെ സമ്മാനം ഞാനൊരു 7 ദിവസം കഴിയുമ്പോ തരും കേട്ടോ. അണ്ണന് എനിക്ക് ആപ്പിള് ഭയങ്കര ഇഷ്ടം. ആപ്പിള് വീട്ടിലോട്ട് കൊടുത്തുടാം. എനിക്ക് ഇഷ്ടമുള്ളതാ പോരെ. ഓക്കെ 7 ദിവസം വിഷയം. അണ്ണാ ഇതാര്? അണ്ണാ അവിടെ എന്നിട്ടൊരു ക്യാരി ഇട്ടേ. ആരായിരിക്കും? ഇതെങ്ങനെ ക്യാരി ചെയ്യണേ? ആരായിരിക്കും? ഞാൻ ഇടുന്നുണ്ട് അക്സെപ്റ്റ് ഇത് എന്താണ്? ഹെൽപ്പ് ഉണ്ട് വെള്ളം കുടിക്കട്ടെ, ചത്തു. നമ്മള് കൊറേ അടിയിലായത് കേട്ടാ. ഉപകാരമില്ലാത്ത അടിയിലിരിക്കട്ടെ. വാ സാഗുരിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. പരിപാടിക്ക് പോണ്ടേ 11 കഴിഞ്ഞ്. റീസെന്റ് ഹലോ, ഇപ്പൊ എങ്ങോട്ടാ വരണ്ടേ? ക്ലബിലേക്ക്. എവിടെ ലൊക്കേഷൻ ഒന്ന് പറയൂ. ലൊക്കേഷൻ എടാ, പബിന്റെ ലൊക്കേഷൻ എത്ര? 7094. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി. ശരി 7094. നമുക്ക് എല്ലാവർക്കും പോയി ഒരു ഡ്രസ് ഇട്ട് വരാം. അപ്പോഴത്തേന് വാ റവാണിന്നാ അപ്പൊ എന്തിനു പറഞ്ഞിപ്പോ? ഓക്കെ ആണ്. അതെ വോട്ട്ക. എന്തൊക്കെ ചോദ്യങ്ങളാ. ലോറിയിലല്ലേ പോന്നമ്മ? ഞാൻ പോയി ഡ്രസ് മാറ്റണം. ഡ്രസ് ആരുടെ കേറ്. ലോറിയിലല്ലേ? എനിക്കും കൂടെ നീങ്ങിരി. ഇപ്പുറത്ത് കയറി പോയി. മസ്സാങ് എടുക്ക്. ഉള്ളി തന്ന വണ്ടിയിൽ അവിടെ പോയി ഷോ ഇറക്കുന്നത് ശരിയാണോ? ശർവാണി ഇട്ടാലോ? അത് മറ്റേ ജുഗ്രുവിന്റെ കല്യാണത്തിന് ഇട്ട ഡ്രസ്സല്ലേ? അത് വേണ്ട, ഈ ശെറവാണി ഒന്നും വേണ്ട.